നമ്മളിലേറിയ പങ്ക് ആളുകളും മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പലതരത്തിലുള്ള മധുരപലഹാരങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ പുറത്തും പോയി നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റായ കാറ്റ് ഹൽവയെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അടി പിടിക്കാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇതിലേക്ക് 350 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തതാണ് ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വാടുന്നതിന് വേണ്ടിയിട്ടാണ്, വേവിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ. 350 ഗ്രാം ക്യാരറ്റിന് 700 മില്ലി പാലാണ് ഞാൻ ചേർക്കുന്നത്. എത്ര ക്യാരറ്റ് എടുക്കുന്നോ അതിനെ ഇരട്ടി പാല്, ആ അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കഴിഞ്ഞാൽ അടുത്തത് പഞ്ചസാരയാണ്. 3 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരമായിട്ടുണ്ട്. നിങ്ങളുടെ പാകത്തിന് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാറ്റ് ഹൽവ തന്നെ പല രീതിയിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ അതിലൊരു രീതി മാത്രമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ അധികം പാലൊഴിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പക്ഷേ ഉണ്ടാക്കുന്ന രീതിയെ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ച് ചെറിയ തീയിൽ വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി പാല് നന്നായി ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലെ പാലെല്ലാം നന്നായി വറ്റി വരണം, അതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ ഏതാണ്ട് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്, കേടൊന്നും വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ പിസ്തയും ബദാമും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെങ്കിൽ അതിട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് നേരത്തേക്കും കൂടെ ഇളക്കി ഒന്ന് വേവിച്ച് ഇത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം വറ്റിക്കോളും. അങ്ങനെ നമ്മുടെ കാറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നട്ട്സൊക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം. ഇനി അടുത്ത തവണ നിങ്ങൾക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ കാറ്റ് ഹൽവ തീർച്ചയായും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.